ഫ്രണ്ട്സ്, എന്നും ഒരേ ചട്നി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കും ബോറടിക്കും, കഴിക്കുന്നവർക്കും ബോറടിക്കും. അത് മാറ്റിയെടുക്കാനായിട്ട് ഇന്ന് ദോശയ്ക്ക് ഞാൻ ഉണ്ടാക്കുന്നത് പരിപ്പ് ചമ്മന്തിയാണ്. ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്, ഡിഫറെൻറ്റ് ടേസ്റ്റാണ് പരിപ്പിൻ്റെ ടേസ്റ്റായിട്ട്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1/2 കപ്പ് തുവരംപരിപ്പ് കഴുകിയിട്ട് വെള്ളം വാലാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട്, എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാനതൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. ലൈറ്റായിട്ടൊന്ന് അതിൻ്റെ വെള്ളം മാറി ഒന്ന് അതിൻ്റെ പച്ചമണം മാറുമ്പോൾ അതിലേക്ക് ഒരു 4 വെളുത്തുള്ളിയും ഒരു സവാള കട്ട് ചെയ്തതും ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് എരിവിനായിട്ട് ഞാൻ ചേർക്കുന്നത് 5 വറ്റൽമുളകാണ്. എരിവൊക്കെ അവരവരുടെ ഇഷ്ടം പോലെ ചേർക്കാം, 4, 5, 6 ചേർക്കാം. ഇനി ഇതിലേക്ക് ചെറിയൊരു പീസ് പുളിയും ചേർക്കുന്നുണ്ട്, പിന്നെ കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ചേർത്ത് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. അതിന് ശേഷം ഒരു കൈപ്പിടി നിറയെ മല്ലിയില ചേർക്കുന്നുണ്ട്. ഇതും ചേർത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതിൻ്റെയൊക്കെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴറ്റുക. ഇത് നന്നായിട്ട് വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്തിട്ട് ഇനി ഇതിലേക്ക് കുറച്ച് കായപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പരിപ്പിട്ടതല്ല, ഗ്യാസൊന്നും വരാതിരിക്കാൻ നമുക്ക് കുറച്ച് കായപ്പൊടിയും ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇത് അടുപ്പത്ത് നിന്ന് ഇറക്കി വെച്ച് ചൂടാറാൻ വയ്ക്കാം. ചൂടാറാൻ വെച്ചതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് പകർത്തിയിട്ട് അതൊന്ന് ആദ്യം തരുതരുപ്പായിട്ടൊന്ന് അടിച്ചെടുക്കുക. അതിന് ശേഷം കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് നല്ലോണം അരച്ചെടുക്കുക. ഇനി ഇത് നമുക്ക് ഇപ്പം അങ്ങനെ ഇത് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു താളിപ്പ് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ആ പാൻ തന്നെ വീണ്ടും അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടായപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായപ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടിയപ്പോൾ അതിലേക്ക് 2 വറ്റൽമുളക് കിള്ളിയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും ഇട്ടിട്ട് താളിച്ചെടുത്ത് നമുക്ക് ഈ ചട്നിയിൽ ഒഴിച്ച് കൊടുക്കാം. അത്രയേ ഉള്ളൂ പരിപാടി. നമ്മുടെ സ്വാദിഷ്ടമായ പരിപ്പ് ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇത് ദോശയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, ഡിഫറെൻ്റ് ആയിട്ടുണ്ടാവും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.